ഹായ് ഫ്രണ്ട്സ്, സാലിറോസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എന്നോട് പലപ്പോഴും പല വീഡിയോയിലും കമന്റ് ചെയ്യാറുണ്ട്, മെഷർമെന്റ് എടുക്കുന്ന കാണിക്കാവോ. ഞാൻ എന്റെ തന്നെ സ്വന്തം സാധാരണ ചെയ്ത് കാണിക്കാറുണ്ട്. മറ്റൊരാൾ എന്റെ വീഡിയോ കാണുന്നവർ എൻ്റെ കൂടെ പറഞ്ഞു, എന്നേക്കാൾ മുമ്പേ പറഞ്ഞു ഏതാ വേണ്ടേ, ബസ്റ്റ് ലൈൻ അല്ലേ. ബസ്റ്റ് ലൈൻ നമ്മൾ 11 കൊടുക്കുന്നു. പിന്നെ വേസ്റ്റ് ലൈന് 14.5 കൊടുക്കുന്നു. പിന്നെ ഹിപ്പ് ലൈന് 21 കൊടുക്കുന്നു. ആളുടെ അളവ് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാമോ എന്ന് പലരും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഞങ്ങളുടെ ചേച്ചിയാണ് എൽസമ്മ ചേച്ചി ഇന്ന് ഇവിടെ വന്നപ്പം ചേച്ചിക്ക് ഒരു ചുരിദാരം കൂടെ തയ്ക്കണം. അതുകൊണ്ട് ഞാൻ ആ മെഷർമെന്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങൾ നോക്കുക. നമുക്ക് ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് ആദ്യം വേണ്ട അളവുകൾ, ഷോൾഡറിന്റെ അളവ് നമുക്ക് വേണം, ബസ്റ്റ് അളവ് വേണം, അതുപോലെ തന്നെ വേസ്റ്റ് അളവ് വേണം, പിന്നെ ഹിപ്പ് അളവ് വേണം, പിന്നെ നമുക്ക് ടോട്ടൽ ലെങ്ത്, കൈയുടെ വണ്ണം. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാം. അപ്പോൾ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ എങ്ങനെയാണ് അളക്കുന്നത് നമുക്ക് നോക്കാം. ഷോൾഡർ എന്ന് പറയുന്നത് ചേച്ചി ഇങ്ങനെ ഷോൾഡർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇവിടുത്തെ ഈ ഓരത്തിന്റെ ഇവിടുത്തെ ആ ബോണില്ലേ, അല്ലെ ഒന്നും വേണ്ട, നല്ല കുഴപ്പമില്ലാത്ത ഒരു ഡ്രസ്സാണ് ഇട്ടേക്കുന്നതെങ്കിൽ അതിന് ഷോൾഡർ തയ്ച്ചേക്ക് നോക്കണം. ഒത്തിരി ഇറങ്ങിപ്പോയിട്ടില്ല എങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഷോൾഡറിന്റെ ഇവിടെ തൊട്ട് ഇങ്ങനെ വേണം പോകാൻ. ഇങ്ങനെ ഇറക്കി ഇങ്ങനെയല്ല എടുക്കുന്നത്, ഇങ്ങനെ ഈ മുകൾ ഭാഗത്തൂടെ വേണം ഷോൾഡറിന്റെ മെഷർമെന്റ് കാണാനായിട്ട്. ഇങ്ങനെ വന്ന് ഇപ്പുറത്തെ വശത്തെ ഷോൾഡറിങ്കൽ വരെ നമ്മൾ നോക്കുക. ഇങ്ങനെയാണ് മെഷർമെന്റ് പോകുന്നത്. ഇത് കണ്ടോ. അപ്പം നമുക്കിത് കിട്ടിയിട്ടുണ്ട് 18 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ പകുതിയാണ് നമ്മൾ എടുക്കുന്നത്, 9 ഇഞ്ച്. പിന്നെ നമ്മൾ ആ മെഷർമെൻറ്റിൽ മാറ്റം, ഓരോ ഡ്രസ്സിൻ്റെ കഴുത്തും ഒക്കെ അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തും. അപ്പം നമുക്ക് ആ ഓരോ അളവുകൾ ഞാനൊന്ന് കുറിച്ച് വെക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. ചേച്ചിയുടെ ഇങ്ങനെ വരുന്നത്, ഇത് കണ്ടോ, ഇങ്ങനെ വരണം. ഇതാണ് ശരിക്കുള്ള ബസ്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളിത് ഒത്തിരി ബലം പിടിച്ച് ഇങ്ങനെ എടുക്കണ്ട. ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചാൽ ഇത് ഒരു വിരലിൻ്റെ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഇങ്ങനെ ഇടാവുന്ന പോലെ വേണം നമ്മൾ ബസ്റ്റ് അളവ് എടുക്കാനുണ്ട്. 47 ഇഞ്ചേ ഉള്ളൂ. 47 കണ്ടല്ലോ നിങ്ങൾ. അത് ബസ്റ്റ് അളവാണേ, മാറിപ്പോകരുത്. ബസ്റ്റ് അളവല്ല ചെസ്റ്റ് അളവെന്ന് പ്രത്യേകം ഓർക്കണം. ഞാനത് എൻ്റെ മെഷർമെൻറ്റിലെല്ലാം ഞാൻ എടുക്കുന്നത് ബസ്റ്റ് അളവാണ്. ഇനി പലപ്പോഴും പലരും എടുക്കുന്ന അളവ് ചെസ്റ്റ് അളവ് എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ എടുക്കുന്ന അളവാണ് ചെസ്റ്റ് അളവ്. ആ ചെസ്റ്റ് അളവ് എപ്പോഴും നമ്മുടെ ബസ്റ്റ് അളവിനെ അപേക്ഷിച്ച് വ്യത്യാസം കാണും. ചിലർക്ക് ഒരുപോലെ വരാറുണ്ട്. നമുക്ക് 44.5 ഉള്ളൂ ചെസ്റ്റ് അളവെന്ന് പറയുന്നത്, 44.5. അപ്പോൾ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും നമുക്ക് ഷേപ്പ് കിട്ടുന്ന ഭാഗത്തെ അത് ഇച്ചിരി ഒന്ന് മുറുക്കി പിടിക്കണേ. ചുരിദാറിന് വലിയധികം മുറുക്കി പിടിക്കേണ്ട. അതേസമയം സാരി ബ്ലൗസ് ആണെങ്കിൽ നല്ല ചേർത്തിട്ട് ഞാനിപ്പോൾ ഒരു ഇത്രയും വരെ പിടിച്ചിട്ടുള്ളൂ. 44 ഉണ്ട്. അതായത് ചുരിദാറിന് സ്ലിറ്റ് ഇടണം. ഹിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പുക്കിൾ എവിടെയാണോ ആ പുക്കിളിന്റെ തൊട്ട് താഴെ നിൽക്കണം. അതാണ് ഹിപ്പ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി ഒത്തിരി പാൻറ് കയറ്റി ഇടുന്നവരാണെങ്കിൽ അത് എന്നോട് പറയണേ. എവിടെയാണ് ചേച്ചി ഇടുന്ന പാൻറ്? അത്ര ഇറങ്ങിയാണോ നിൽക്കുന്നത്, അതോ മേളിൽ കയറുമോ? ഇല്ലല്ലോ, ഇത്ര ഇത് വെച്ചിടെ ഇതല്ലേ കറക്റ്റ് അല്ലേ? അത് 47. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇത് ഷോൾഡർ താന്നാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് ഇച്ചിരി കയറ്റി ഉയർത്തി വേണം പിടിക്കാൻ. ഇവിടുന്ന് ഇങ്ങനെ തന്നെ നമുക്ക് താഴോട്ട് പോയി ഇവിടെ വേണമെന്ന് പറയണേ. മുട്ടിന് താഴോട്ട് പോട്ടെ. ഇത്രേ അല്ലേ? അപ്പം 44.5 ഉണ്ട്. 40 ഈ കയ്യലിൻ്റെ അവിടെ നല്ല എടുക്കുന്നത്. സ്വല്പം കൂടെ ശരിക്കും ഷോൾഡർ എന്ന് പറയുന്നത് ഇങ്ങോട്ട് കയറി വരും. അപ്പൊ ഇവിടെ മുതലാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ മുട്ടിന്റെ ഇവിടെ നിന്ന് ഇച്ചിടെ ഇറങ്ങണം അല്ലേ? ഇച്ചിടെ മുട്ടേന്ന് താഴോട്ട് ഇറങ്ങി നിൽക്കണോ? 13. പിന്നെ ഇറങ്ങി വണ്ണം അവിടെ വേണം അല്ലേ? അടിവണ്ണം 11.5 കൂടെ എടുക്കുകയാണെങ്കിൽ ഈ മസിലുള്ള ഭാഗത്തെ വണ്ണം കൂടെ എടുക്കണം. അത് 15 ആയി. അപ്പൊ ഓക്കെ അളവ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ വിട്ടുപോയി. അതുകൊണ്ട് കൈക്കുഴി അളക്കുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ കൈ ഇവിടെ നിൽക്കുക. നമ്മുടെ ഷോൾഡർ എവിടെ നോക്കണം. നമ്മുടെ ഡ്രസ്സിന്റെ ഷോൾഡർ നിൽക്കുന്ന ഭാഗത്തോട്ട് കൊണ്ടുവന്ന് നമ്മൾ ചേർത്ത് പിടിക്കണം. ഇവിടെ ലൂസ് വേണ്ട, നമ്മൾ ചേർത്ത് തന്നെ പിടിക്കണം. അപ്പം കിട്ടുന്നതാണ് നമ്മുടെ കൈക്കുഴി.
ഹായ് ഫ്രണ്ട്സ്, സാലി റോസ് ചാനലിൻ്റെ മറ്റൊരു പുതിയ കട്ടിങ് വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നിങ്ങളെ നേരിട്ട് കണ്ടിട്ട്. ഞാൻ അല്ലാതെ ബ്ലൗസ് ഇടയ്ക്ക് ഒരു സാരി ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടില്ല, വളരെ കുറച്ച് പേരെ കണ്ടുള്ളൂ. എന്നാണെങ്കിലും ഞാൻ ചുരിദാറിൻ്റെ പെർഫെക്റ്റ് കട്ടിങ്ങും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ തയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് 38ൻ്റെ ഞാൻ തയ്ച്ച് കാണിച്ചു. ഇന്ന് കാണിക്കുന്നത് ഇച്ചിരി വലുതാണ്, അതായത് 48 ബസ്റ്റ് അളവുള്ള ഒരു ചുരിദാർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കട്ടിങ് വീഡിയോയിലേക്ക് പോവുകയാണ്. നമുക്കൊന്നിച്ച് വീഡിയോയിലോട്ട് പോകാം. ശ്രദ്ധയോടെ കാണണം. ഒത്തിരി വിശദീകരിക്കുന്നില്ല. എപ്പോഴും നമ്മളിങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരളവ് തന്നു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഓൾട്രേഷൻ വേണ്ട അനുപാതത്തിൽ മാറ്റം വരുത്തി അവനവന് തയ്ക്കാനായിട്ട് ശ്രമിക്കണം. തയ്ക്കാൻ ശ്രമിച്ചാൽ പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഒരാൾക്കെങ്കിലും ഒന്നുകൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പം വീട്ടിലിട്ട് പോകാം. 38 ചെസ്റ്റ് 40 ബസ്റ്റുള്ള ഒരു ചുരിദാർ തയ്ച്ചു തന്നു. രണ്ടാമത്തെ പ്രിഫറൻസ് വന്നിരിക്കുന്നത് എനിക്ക് 44 തയ്ക്കണമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരെണ്ണം തയ്ക്കാൻ പറ്റുന്നത് 48 ബസ്റ്റ് അളവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേത് ഞാൻ നിങ്ങളെ എങ്ങനെ കാണിക്കുന്നറിയോ, ആളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ മെഷർമെൻ്റ് എടുക്കാം. നമുക്ക് തയ്ക്കാനുള്ള ചുരിദാറിൻ്റെ ആളുടെ ശരീരത്തിൽ നിന്ന് മെഷർമെൻ്റ് എടുത്ത് എങ്ങനെ തയ്ക്കാം, അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ചുരിദാർ തയ്ക്കാനുള്ള മെറ്റീരിയൽ. ഇത് 3 മീറ്റർ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ 48 ബസ്റ്റ് അളവുള്ള ആൾക്ക് കൈ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. നല്ല ചെറിയ കൈയൊക്കെ ആയി പോകും. അല്ലെങ്കിൽ നല്ല വീതിയുള്ള തുണി വേണം. അതുകൊണ്ടിത് 3 മീറ്ററോളം എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അളക്കുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടേച്ച് നമ്മളിങ്ങനെ നമുക്ക് വേണ്ട വീതിയിൽ വിലങ്ങനെ മടക്കുക. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചെയ്യുവേ. ഞാൻ വേണ്ട അളവ്, അതായത് ലെങ്ത് എത്ര വേണോ 47 ഇഞ്ച് മൊത്തം മടക്കി തയ്ക്കാനുള്ള ദൂരം അളവ് കൂട്ടി 47 ഇഞ്ച് ഇറക്കത്തിൽ ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ എടുക്കും, ഇങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് മടക്കിയിട്ട് മേളിലോട്ട് നമുക്ക് അളന്നാലും മതി. അത് അപ്പം അങ്ങനെ തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്യുമല്ലോ. അല്ല, അങ്ങനെ ചെയ്യാവേ. നോക്കിക്കേ, ഇത് കറക്റ്റായിട്ട് മടക്കിയിട്ട് നമുക്ക് വേണ്ട അളവിൽ നമ്മളിത് മുന്നോട്ട് മടക്കിയിടുക. എന്താ ഈ വേണ്ട അളവെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഈ തുണിക്ക് നല്ല വീതിയുണ്ട് കേട്ടോ, നല്ല വീതിയുണ്ട്. കൈ വേണമെങ്കിൽ ഇത് ഇവിടുന്ന് എടുക്കുക. അല്ല, ലോങ് കൈ വേണം. അപ്പം നമുക്ക് അല്ലേ മടക്കി അടിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഞാൻ ചെയ്യുക. കണ്ടല്ലോ എങ്ങനെയാ ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്ര അളവ് ഇത് മുന്നോട്ട് മടക്കണം എന്നുള്ളത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? മാക്സിമം എടുക്കുന്ന ഹിപ്പളവാണ്. കൂടുതൽ പേർക്കും ബസ്റ്റ് അളവിനേക്കാൾ കൂടുതൽ നിൽക്കുന്ന ഹിപ്പളവാണ്. അപ്പം ഹിപ്പളവ് എത്രയാണോ അതേ പ്ലസ് 1 ഇഞ്ച് ഓർ 2 ഇഞ്ചാണ് നമ്മൾ ഇങ്ങനെ എടുക്കാനായിട്ട് കണക്ക് കൂട്ടേണ്ടത് കേട്ടോ. അപ്പം ഞാനിത് കറക്റ്റായിട്ടൊന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് കാണിക്കാവേ. നമുക്കേ ഇതിൻ്റെ നീളം നമുക്ക് 40 ഇവിടെ താഴെ ലെവൽ ചെയ്യാനുണ്ട്. അത് സാരമില്ല. അവിടെ നമുക്ക് നോക്കി 46 അരയിൽ ഞാൻ മാർക്ക് ചെയ്യാം. 46 അരയിൽ നമ്മളൊരു ലൈൻ വരച്ചു. കണ്ടല്ലോ 46. അപ്പം ഇവിടെ നിന്ന് എനിക്ക് സ്ലീവ് എടുക്കാം എന്നുള്ള കണക്ക്. സ്ലീവ് ഇല്ല കഷ്ടിച്ച് ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തോളാം. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കാൻ പോകുന്നത്. ബാക്കി ഇങ്ങനെ ഉപയോഗിച്ചു. അപ്പം നിങ്ങൾ നോക്കിയേ, ഞാൻ തുണി മടക്കിയിട്ടേക്കുക. അപ്പം നമ്മുടെ ഈ ചേച്ചിക്ക് ഹിപ്പെന്ന് പറയുന്ന 47, നമുക്ക് 48 കൂട്ടാം. 48ൻ്റെ കൂടെ 2 ലൂസ് വേണ്ടേ? അപ്പം 50ൻ്റെ 4 എത്ര? 12.5 12.5. 1 ഇഞ്ച് നമുക്ക് സീം വേണ്ടേ? അപ്പം 13.5 നമുക്ക് മാക്സിമം കിട്ടിയാൽ മതി. 13.5 14. ഇത് 15 ഉണ്ട്. അത് കിടന്നോട്ടെ കേട്ടോ, നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്ന് മെഷർമെൻ്റ് ആരംഭിക്കാൻ പോവാം. ഇവിടെയാണല്ലോ നെക്ക്, ഷോൾഡർ, ആം ഹോള്, അങ്ങനെയുള്ള അനുകൂലതകളെല്ലാം ഇവിടുന്ന് അല്ലേ. നിങ്ങളുടെ ബുദ്ധിമുട്ടും ഇവിടെ വെട്ടുമ്പോഴാണ് നിങ്ങളുടെ പ്രശ്നവും. അപ്പം ബസ്റ്റ് 46, ബസ്റ്റ് 48, ഹിപ്പ് 47, 48. അതിൻ്റെ മെഷർമെൻ്റാണ്, മറന്നു പോകരുത് കേട്ടോ. എങ്ങനെയാണെന്ന് ഓർക്കണം. ഒരുപാട് പേര് 48, 46 ചോദിച്ചു. ഒരു 44 മുതൽ 50 വരെയുള്ളവർക്ക് ഈ മെത്തേഡിൻ്റെ ചെറിയ വേരിയേഷൻ വരുത്തിയാൽ മതി. വളരെ ചെറിയ വേരിയേഷൻ വരുത്തിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് മെഷർമെൻ്റ് ആരംഭിക്കാം. കഴുത്ത്, നെക്ക്
ഈ 48 ഉണ്ട് 50 ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഓർക്കും എത്ര വേണേലും നമുക്ക് വിട്ടെടുത്ത് വരാം. അങ്ങനെ വരയ്ക്കത്തില്ല. അത് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ പ്രകൃതം അനുസരിച്ചാണ്. ഈ തോളിൻ്റെ ഇവിടെ ഈ നമ്മുടെ പെടലിയുടെ ഇവിടെയൊന്നും ഒരുപാട് വണ്ണമില്ലാത്തവർക്കും ഒരുപാട് കഴുത്ത് അകലം വേണ്ടാത്തവർക്കൊന്നും ഒത്തിരി ഒന്നും പോയി എടുക്കരുത്. ഞാൻ 3 ഇഞ്ച് എടുക്കുക, 3 ഇഞ്ച് എടുക്കാം കേട്ടോ. 3.25 പോലും കൂടുതലാണ്. ആ ചേച്ചിക്ക് 3 ഇഞ്ചാണ് ശരിക്കും കറക്റ്റ് അളവെന്ന് പറയുന്നത്. 3 2.5 വന്നാൽ തീരെ താണു പോകും. അപ്പം നമ്മൾ എടുത്തെടുക്കുന്നു 3 ഇഞ്ചിൽ, കൃത്യം 3 ഇഞ്ചിൽ നമ്മൾ എന്ത് വരച്ചു? നെക്കിൻ്റെ വിഡ്ത്ത് വരച്ചിരിക്കുന്നു. ഇനി നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു 6 ഇഞ്ച് കൊടുക്കാം. 6 ഇഞ്ച് കറക്റ്റ് മെഷർമെൻറ്റാണ്, 6 ഇഞ്ച്. അപ്പോൾ 6 ഇഞ്ചിൽ നമ്മൾ നെക്കും വരച്ചു. അപ്പം നമുക്ക് ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി ചേർക്കാം. ഇവിടെയും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഈ ലൈനുകൾ തമ്മിൽ കൂട്ടി നമ്മൾ കൂട്ടിച്ചേർക്കുന്നു. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ഷേപ്പാണ്, യു ഷേപ്പ് തന്നെ വരയ്ക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ആലില പോലെ വരച്ചായിരുന്നു. ഇത് യു ഷേപ്പ് മതി. യു ഷേപ്പ് ഇങ്ങനെ തന്നെ നമുക്ക് വരയ്ക്കാം. കണ്ടില്ലേ, യു ഷേപ്പ് ഒക്കെ ആയി. ഇനി നമുക്ക് മൊത്തം ഷോൾഡറാണ് വേണ്ടത്. ഷോൾഡർ 18 ഇഞ്ച് ഷോൾഡറാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 18ൻ്റെ പകുതി 9 ഇഞ്ച് ഷോൾഡർ യഥാർത്ഥത്തിൽ ഈ ചേച്ചിക്ക് വേണം. പക്ഷേ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞു. 3 ഇഞ്ച് കഴുത്തു 6 ഇഞ്ച് അകലോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ 9ൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ എത്ര മതി? 8 ഇഞ്ച് ഷോൾഡർ ധാരാളം മതി കേട്ടോ. 8 ഇഞ്ച് മതി. ഇനി ഇവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. അതൊന്നും ഇപ്പം നിങ്ങളോട് വിശദീകരിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരുപാട് വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. നെക്കകലം 3.5 4 ആയാൽ നമുക്ക് 7.5 കുറച്ച് കൊണ്ടുവരാം. ഇനി കഴുത്തകലം കുറഞ്ഞാൽ ഈ 8 ചിലപ്പം എടുക്കേണ്ടി വരും. നമ്മുടെ ബാക്കി കട്ടുണ്ടല്ലോ, നമ്മുടെ കോളർ ചുരിദാറോ അങ്ങനത്തെ വല്ലതും ആണെങ്കിൽ ഫുൾ ഷോൾഡർ 9 എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്നെ മറ്റ് വീഡിയോയിൽ നോക്കണം. ആരും നോക്കത്തില്ല. ഈ കൊച്ചുപിള്ളാരുടെ സ്വഭാവം ഇപ്പം പ്രായമുള്ളവർക്കും അവരുടെ കൈത്തുമ്പി കിട്ടണം. കൈത്തുമ്പി മീൻസ് അറ്റ് മൊമെൻറ്റിൽ കിട്ടണം. ഒന്നും ജസ്റ്റ് ബാക്കിലേക്ക് നിങ്ങൾ നോക്കത്തില്ല. ഞാൻ എത്ര തവണ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാലി റോസ് ചാനലിൽ നിന്ന് കാണുന്ന ലോഗോ ഉണ്ട്, ആ ലോഗോയിൽ തൊട്ടാൽ എൻ്റെ വീഡിയോ മുഴുവൻ കിടക്കുന്ന പേജിൽ ചെല്ലും. നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ മക്കളോടോ കൊച്ചുമക്കളോടോ അറിയാവുന്നവരോട് ചോദിച്ചാൽ അവരത് കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോ ഏതാണോ അത് കിട്ടും. അതിൽ പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഈ ഫ്രണ്ട് നെക്ക് മുകളിലേക്ക് കയറി പോകുന്നൊരു ചെറിയ എന്നാണ് ഓരോ വീഡിയോയിലും ചോദിക്കും. ഞാൻ നിങ്ങളുടെ സംശയം പലതും വായിച്ചിട്ട് ഒരു കമൻറ്റ് പോലും വായിക്കാതിരിക്കത്തില്ല. പക്ഷേ അവിടെ എനിക്ക് ആൻസർ തരാൻ പറ്റുമോ? നെക്ക് എന്തുകൊണ്ട് മുകളിലേക്ക് കയറി പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ എഴുതി തരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതിനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് അടിച്ചു നോക്കുക, അടിച്ചു കൊടുത്താൽ മതി. സാലി റോസ് ചാനലിൽ എന്തുകൊണ്ടാണ് നെക്ക് മുകളിലേക്ക് കയറി പോകുന്നത് മാത്രം അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടും. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയും കൂടെ നോക്കി നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണേ. അപ്പോൾ ഇത് നമ്മൾ എത്ര എടുത്തു? നമ്മൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണേ. കറക്റ്റ് 8 ഇഞ്ച്, ഒട്ടും കൂടുതൽ വേണ്ട. 8 ഇഞ്ച് എടുത്തു. അപ്പോൾ 8 ഇഞ്ച് എടുത്തപ്പോൾ 8 ഇഞ്ച് തന്നെ നമുക്ക് എന്തെടുക്കാം? 8 ഇഞ്ചിൽ ആം ഹോളിൻ്റെ ഇറക്കവും 8 ഇഞ്ച് രേഖപ്പെടുത്തുന്നു. അതും കൂടെ ഞാനൊന്ന് ചേർത്ത് വരയ്ക്കുവാണേ. വരച്ചു. ഈ ചെസ്റ്റ് ലൈൻ നമുക്ക് മുന്നോട്ട് വരയ്ക്കാം. ചെസ്റ്റ് ലൈനും വരച്ചു. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ ചെസ്റ്റ് ലൈനിൻ്റെ ഇവിടുത്തെ അളവെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 2 സൈസിൽ കാണാം. ഒന്നുകിൽ ചെസ്റ്റിൻ്റെ കൂട്ടത്തിൽ +4 ആഡ് ചെയ്തിട്ട് അതിൻ്റെ 4-1 കണ്ടിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ബസ്റ്റ് അളവും ബാക്കി നമ്മുടെ വേസ്റ്റ് ലൈനും നമ്മുടെ ഹിപ്പും വരച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ. ഇപ്പോൾ ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആം ഹോൾ വരയ്ക്കുന്നില്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സ്ലോപ്പുണ്ട്. ആ സ്ലോപ്പ് നിർബന്ധമായും ആ സ്ലോപ്പും കൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കുക. ഇതെല്ലാം പ്രിൻ്റ് വെള്ളയായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കൊരു കുഞ്ഞ് സംശയമുണ്ട്. കാണാമായിരിക്കും അല്ലേ? കാണാമെന്ന് വിശ്വസിക്കുക. ഈ പ്രിൻ്റ് ഒന്ന് നോക്കണേ. നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. പ്രിൻ്റ് 2 സൈസിലാണെങ്കിൽ ഇങ്ങനെ പ്രിൻ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ മടക്കരുത്. ഓരോന്നോരോന്നായിട്ട് തന്നെ വെട്ടണേ. ഇതിപ്പം നമുക്ക് ഈ പ്രിൻ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്നാലും കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് തുടങ്ങുക. എങ്കിൽ നമുക്ക് ആ ബാക്കി വരുന്ന 3 ലൈനുകൾ ഒന്ന് കൊടുക്കാം. ഏതൊക്കെ ലൈൻ എന്ന് പറഞ്ഞു? എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ കൂടെ പറഞ്ഞു, എന്നേക്കാൾ മുമ്പേ പറഞ്ഞു. ഏതാ വേണ്ടേ? ബസ്റ്റ് ലൈൻ അല്ലേ? ബസ്റ്റ് ലൈൻ നമ്മൾ 11 കൊടുക്കുന്നു. പിന്നെ വേസ്റ്റ് ലൈന് 14.5 കൊടുക്കുന്നു. പിന്നെ ഹിപ്പ് ലൈന് 21 കൊടുക്കുന്നു കേട്ടോ. ഇത് ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാം. ഇത് പ്രായമുള്ള ഒരാൾക്കാണ്
അതേസമയം ഇതൊരു 30 വയസ്സോ 35 വയസ്സുള്ള ഒരാൾക്കാണെന്ന് കൂട്ടുക. 40 താഴെയുള്ള ഒരാൾക്കാണെങ്കിൽ ഈ 11 എവിടെ കയറി വരും? 10 വരും. ഈ 14 നമുക്ക് 14 കൊടുക്കാം. 21 വേണമെന്നില്ല 20 ആയിട്ട് മാറ്റാം. അപ്പോൾ ഇത് അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മളത് മാറ്റുന്നത്. അപ്പം നമുക്ക് ഇത് 3ലും ഓരോ ലൈന് വരയ്ക്കാം. ബസ്റ്റ് ലൈന്, വേസ്റ്റ് ലൈന്, ഹിപ്പ് ലൈൻ. നമുക്കിനി ഇവിടുത്തെ മെഷർമെൻ്റാണ് നമുക്കിനി ആരംഭിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇത് ബസ്റ്റ് അളവ് എന്ന് പറയുന്നത് എത്രയെന്നാണ് പറയുന്നത്? 47.5. ഞാനിതങ്ങ് സൗകര്യത്തിന് വേണ്ടി 48 ആക്കുകയാണേ. +2 ഇടുക. എന്തിനാ +2 ഇടുന്ന അറിയാമോ? ഇത് ലൈനിങ് ചുരിദാറാണ്. ഇതിനൊരു ലൈനിങ് തുണിയുണ്ട്, ലൈനിങ് വെച്ച് തയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് +2 ആഡ് ചെയ്യുന്നു. തന്നെ ഇത് കോട്ടണാണ്. അങ്ങ് പെട്ടെന്ന് ചുരുങ്ങുന്ന സൈസൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ തോതിൽ ഈ ബിസിലിസി ടൈപ്പിലെ ആ സൈസിലുള്ളതാണ്. ഇതൊന്നും ചുരുങ്ങത്തില്ല. ചില നൈറ്റിക്ക് മെറ്റീരിയൽ കാണത്തില്ലേ. അതുകൊണ്ട് ഞാൻ മൊത്തം 2 ഇഞ്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം 48 2 50. 50ൻ്റെ 4 എത്രയാണ്? 12.5. ആ 12.5 കറക്റ്റ് 12.5 അടയാളപ്പെടുത്തി നമുക്ക് 1.5 ഇഞ്ച് സീം അലവൻസും രേഖപ്പെടുത്തി. ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഇവിടെ വേസ്റ്റ് എത്രയാണ് കണ്ടിരുന്നത്? വേസ്റ്റ് എന്ന് പറയുന്നത് 44.5 45 ആയിട്ട് എടുക്കുന്നു. 45ഉം 2ഉം 47. 47ൻ്റെ വരുമ്പോൾ എത്രയും 12 48 ഇല്ല 11.75. അപ്പം 11.75 നമ്മൾ അടയാളപ്പെടുത്തുന്നു. അവിടുന്ന് 1.5 ഇഞ്ച് സീം കൊടുക്കുന്നു. ഹിപ്പ് 47 തന്നെയാണ്. അതായത് 48 മുമ്പത്തെ പോലെ തന്നെ നമ്മൾ എടുക്കുന്നു. +2 ആഡ് ചെയ്തിട്ട് എത്ര വന്നു? 12.5. ഇതുപോലെ തന്നെ 12.5 നമ്മൾ വരച്ചു. ഇവിടെ നിർബന്ധമായും എത്ര ഇഞ്ചേ കൊടുക്കാവൂ? 1 ഇഞ്ചേ കൊടുക്കാവൂ. മറക്കല്ലേ, 1 ഇഞ്ച് കൊടുക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ പോയിന്റുകൾ 3നെയും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ നമുക്ക് ഷേപ്പ് സ്കെയിൽ തന്നെ ഉപയോഗിക്കാം. നോക്കുക, ഇങ്ങനെ വേണം വരച്ച് വരാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇത് കണ്ടോ, ഇവനെ ഇങ്ങനെ കൂട്ടിച്ചേർക്കാം. ഇതാണ് ബ്രസ്റ്റ് സൈസൊക്കെ കൂടുതലുള്ളവർക്ക് നമുക്ക് തയ്ക്കാൻ പറ്റുന്ന മാർഗം എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ വരയ്ക്കാം. ഇങ്ങനെ പോയിൻ്റായിട്ട് നിൽക്കണ്ട, ഇങ്ങനെ ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചു പോകണം. അപ്പം നമുക്ക് വേണ്ട ഇവിടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ചെസ്റ്റ് ലൈൻ. ഇപ്പോൾ ഇത്രയും ഇങ്ങനെ വരയ്ക്കണമെന്നൊന്നും ചുരിദാറിന് നിർബന്ധമൊന്നുമില്ല. സാധാ ചുരിദാറല്ലേ. അത്രമേൽ ഷേപ്പായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട. ഈ ബസ്റ്റ് ലൈൻ /4, ബസ്റ്റ് ലൈൻ അല്ല, ബസ്റ്റ് /4 അല്ലേ, അല്ലെങ്കിൽ ബസ്റ്റ് +2 /4 എത്ര കിട്ടുന്നു അത് തന്നെ ഇവിടെ എഴുതിയാലും യാതൊരു തെറ്റൊന്നും ഇവിടെ വരാൻ പോകുന്നില്ല. നമുക്ക് ഇനിയും ഇത് വരയ്ക്കണം അല്ലേ. ഇത് വരയ്ക്കാനായിട്ട് നിങ്ങൾ ഓർക്കണം, നമുക്ക് ഇവിടെ നിന്ന് എത്ര അകലം മതി? 1.5 1.25 1.5 കറക്റ്റ് 1.5 ഞാൻ എടുക്കുന്നത്. ഈ 1.5 ഇവിടെ നമ്മുടെ മൊത്തം എത്രയായിരുന്നു? 8 അല്ലേ. 8ൻ്റെ പകുതി 4. 4ൽ നിന്ന് നമുക്ക് ഇങ്ങനെ നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് ഫ്രഞ്ച് കർവൊന്നും വേണ്ട. വേണ്ട ഇങ്ങനെ നമ്മുടെ കൈ കർവ് കൊണ്ട് അല്ലേ, ഒരു ഫ്രഞ്ച് കർവ് വേണ്ട. അപ്പം മനസ്സിലായല്ലോ. ഇത്രയും വരച്ചു. നമുക്ക് എത്രയുണ്ട് ഇതൊന്നും അളന്ന് നോക്കാതെ ഈ 1/2 ഇഞ്ച് വെട്ടി കളഞ്ഞു. തയ്യൽ തുമ്പ് ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് നോക്കാം. 10.5 10.4 മിച്ചമുണ്ട്. അതായത് 21 ഉണ്ട്. കറക്റ്റാണ്. ഇത്ര ഷാർപ്പ് ഇത് മതി, ഒട്ടും കൂടുതൽ വേണ്ട. അപ്പം നമ്മുടെ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് താഴേക്കുള്ള ഇറക്കം അനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാൻ കാണിച്ചു തരാം. അത് ചെയ്യട്ടെ. ലെവൽ ചെയ്തു. ഇനി നമ്മൾ നോക്കേണ്ടത്, നമുക്ക് ഈ ഹിപ്പിനെടുത്ത അതേ മെഷർമെൻറ്റ് തന്നെ താഴെ എടുക്കുന്നവരുണ്ട്. അതായത് 12.5 മൊത്തം 12.5 ഒന്ന് 13.75 നമുക്ക് ഇവിടെ മേളിൽ വരുന്നത്. 13.5 മേളിൽ വരുന്നുണ്ട്. നമുക്ക് ആ 13.5 കൊടുത്ത് ഒരു 1/2 ഇഞ്ചിൽ കൂട്ടി 14 ഇഞ്ച് നമുക്ക് ഇവിടെ എടുക്കാം. 14 ഇഞ്ച് കേട്ടോ. അതിൽ 1 ഇഞ്ച് സൈഡ് അടിച്ചു പോവും, അത് മറന്നു പോകല്ലേ. ഇനി നമുക്ക് എന്നാ ചെയ്യണം? നമുക്ക് സ്ട്രെയിറ്റ് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് ഈ പോയിന്റും
ഈ പോയിൻറ്റും കൂടെ ചേർത്ത് നമുക്കങ്ങ് ലൈൻ വരയ്ക്കാം. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ച് പോകുന്നതുകൊണ്ട് സ്ലിറ്റ് എടുത്ത് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മുടെ കഴിഞ്ഞു. നമുക്കിനി കട്ട് ചെയ്താൽ മതി, വേറൊന്നുമില്ല. ബാക്കിനൊക്കെ വരച്ചില്ല, ബാക്കിനൊക്കെ വരച്ച് കാണിക്കാവേ. കത്രികയുടെ മൂർച്ച പോയി. ഒന്ന് രാഗാൻ കൊടുക്കണമെങ്കിൽ അതിനെയും പണിയാം. കണ്ടോ, മൂർച്ച കുറഞ്ഞിട്ടുണ്ട്. ബാക്കിയുടെ കട്ട് ചെയ്ത് പോവുകയാണേ. ഞാൻ നെക്ക് വെട്ടുന്നില്ല, കാരണം നമുക്കിതിൻ്റെ തുണികളുണ്ടല്ലോ, ആ തുണി വെച്ചങ്ങ് മറിച്ചടിക്കുക, അതാ എളുപ്പം. അപ്പം ഞാൻ ആ സമയത്ത് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തിക്കോളാം. ഇനി അറിയത്തില്ലാത്തവർക്ക് വേണ്ടി കാണിച്ചു തരാവേ, ഒന്നുകൂടെ കാണിച്ചു തരാം. അറിയത്തില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് നെക്കാണ് എടുത്തത്. ബാക്ക് നെക്ക് സെയിം വിടുത്ത് 3 എടുക്കുന്നു. നമുക്കൊരു 4 ഇഞ്ച് എടുക്കാം, കാരണം ഇത്രയും വലിപ്പമുള്ള ചുരിദാറല്ലേ. സിബ് വെക്കുന്നില്ല. അതുകൊണ്ട് മിനിമം 4-4.5 വരെ എടുത്താലും ഇത് ഒട്ടും കൂടുതലാകത്തില്ല. ഞാനൊരു 4.5 എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കഴുത്തിട്ട് ഇടാനൊക്കെ പാടായിരിക്കും. അപ്പം നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഇതിന് ഒരു പ്രത്യേകിച്ച് ഒരു നെക്കും കൂടെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പണി തീർന്നു. ഞാനിപ്പോൾ നെക്ക് വെട്ടുന്നില്ല കേട്ടോ, നെക്ക് വെട്ടാതെ ഇത് കട്ട് ചെയ്യും. ഇവിടെ വെട്ടി കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാൻ മറക്കല്ല, കാരണം നമുക്കത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇനിയും നോച്ചിടേണ്ട 1-2 കാര്യമുണ്ട്. ഇത് നമ്മുടെ കറക്റ്റ് ആം ഹോൾ കണ്ടെത്തിയ പോയിന്റ്, അതും നമുക്ക് അടയാളപ്പെടുത്തണം. ഇനി അടുത്തതെന്ന് പറയാമോ? പറഞ്ഞു, നമ്മുടെ സ്ലിറ്റും മറക്കല്ലേ. കൃത്യമായിട്ടും കാണാവുന്ന പോലെ 4-ലും വിട്ട് വീഴുന്ന പോലെ നമുക്കൊരു അടയാളം കൊടുക്കാം. അപ്പം ഞാൻ ഒന്നുകൂടെ ഇനിയും സ്ലീവ് എടുക്കാൻ പോവുകയാണേ. സ്ലീവ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ നിങ്ങളെ ഞാൻ ആം ഹോൾ ഒന്ന് കാണിച്ച് ബോധ്യപ്പെടുത്താം. നോക്കിയേ, ഇവിടെ തന്നെ എടുക്കുവാണേ. നമുക്ക് അത്ര വന്നു 10.5 1 പോയിന്റ് കുറവുണ്ട്. ഇതിനകത്തെ 1 പോയിന്റ് കുറവാണ് നമുക്ക് വന്നേക്കുന്നത്. അത് വെച്ച് വേണം നമുക്ക് സ്ലീവ് എടുക്കാനായിട്ട്. അപ്പോൾ ബാക്ക് തുണി കിടക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. നമുക്ക് ഇങ്ങനെയാണ് തുണി കിടക്കുന്നത്. ഇത്രയുണ്ട്. നമുക്കിതിനെ ഒന്ന് നിവർത്തിയിട്ട് നോക്കാം. കണ്ടോ, നിങ്ങളെ ഞാൻ ഒരു മാറ്റവും വരുത്താതെ നേരിട്ട് കാണിക്കുക. നിങ്ങൾക്ക് അല്ലാതെ ഇതെല്ലാം വെട്ടിയിട്ട് ഒരു തുണിയെടുത്ത് ഇവിടെ നിന്ന് സ്ലീവ് വെട്ടാന്നൊക്കെ പറഞ്ഞ് പോയാൽ നിങ്ങൾ ബബ്ബാ പോയോ അത് എവിടെ നിന്നാണ് വെട്ടിയെന്ന് തുടക്കക്കാരുടെ കാര്യത്തില്ല, നല്ല തയ്യൽക്കാരുടെ കാര്യമല്ല പറയുക, തുടക്കക്കാരുടെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കുന്നത് കേട്ടോ. എത്ര ഉണ്ടെന്ന് നോക്കട്ടെ, എത്ര വീതി ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം. പോരാ, 9.5 ഉള്ളൂ. അപ്പം നമുക്കിത് ഫുള്ള് ഇങ്ങനെ മടക്കിയിടാവേ. അപ്പം അതിനു വേണ്ടി ഈ 2 വശത്തും ഇത് കണ്ടോ, നിങ്ങൾ 2 വശത്തും ഇങ്ങനെ കിടക്കുകയല്ലേ, അതെനിക്ക് മടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കും. എന്നിട്ട് ഈ നടുക്ക് ഭാഗത്തുനിന്ന് തുണി മൊത്തത്തിൽ ഇങ്ങനെ മടക്കി നമുക്ക് ഈ മേളിലോട്ട് കൊണ്ടുവരാതെ ഇത് ഒരു എൻഡിൽ വേണമെങ്കിലും വെച്ച് ചെയ്യാമായിരുന്നു കേട്ടോ. ഇത് എളുപ്പമാണെന്നോർത്ത് ഞാനങ്ങ് ചെയ്തതാണ്. തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിട്ട് നമ്മളിത് കൃത്യം വെച്ചു. നമ്മുടെ തുണീനെ കറക്റ്റായിട്ട് മടക്കി ഇതൊന്നുകൂടെ മടക്കുന്നു. കണ്ടല്ലോ, ഒന്നുകൂടെ മടക്കി. ഇതിൻ്റെ വിടുത്ത് ഇപ്പോൾ 11 ഉള്ളൂ. നമുക്ക് 11 പോരാ. നമുക്ക് വേറെ ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട് കൂട്ടി അടിച്ച് ഒക്കെ പിടിപ്പിക്കാൻ. അതെ, ഇതേന്ന് നോക്കട്ടെ, ഇത് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് മതിയല്ലോ അല്ലേ? നല്ല കൂത്തായല്ലോ. വിലങ്ങനെ വരുന്നേ ഉള്ളൂ. 15 ഇഞ്ച് ഇറക്കം കിട്ടും. എന്നാൽ നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലേ?
വെരി ഗുഡ്. ഇങ്ങനെ മടക്കി വിട്ടില്ലാതെ വിഷമിക്കണ്ട. മനസ്സിലായോ പറഞ്ഞത്? നമുക്ക് ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇത് എത്ര വന്നെന്നറിയാവോ? ഇത് 11 വന്നുള്ളൂ. 11 കൊണ്ട് തയ്ക്കാമോ എന്ന് വെച്ചാൽ തയ്ക്കാം, പക്ഷേ അച്ചം പുച്ചം വരും. നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് നല്ല സ്ലീവ് എടുക്കാനായിട്ട് അല്ലാതെ മെതേഡുണ്ട്. ഇത് വിടുകയാണേ, ഇവിടെ തന്നെ എടുക്കാം. ഇത് കണ്ടോ, തുണി ഇഷ്ടം പോലെ തുണി എടുക്കുന്നു. ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഇതേണ്ട തുണീനെ നമ്മൾ ഇതിവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അരികാണേ നമ്മൾ ആ എടുത്തതിൻ്റെ, നമ്മൾ ബസ്റ്റ് വിടുത്തൊക്കെ എടുത്തില്ലേ, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ കറക്റ്റായിട്ട് വെക്കുന്നു. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ മുമ്പ് എടുത്തതാണെങ്കിൽ നീളപ്പാടായിരുന്നു. ഇതെങ്ങനെ വരാൻ പോകുന്നത്? വീതിക്കാം, വിലങ്ങനെ വരും കേട്ടോ. അങ്ങനൊരു കുഴപ്പമുണ്ട്. അല്ലാതെ ഇതൊരു വലിയ ഗുണമാണെന്നൊന്നും പറയത്തില്ല. എനിക്ക് എന്നുണ്ടോ ഇഷ്ടം പോലെ കിട്ടി. നമുക്ക് ഇതേ ഇവിടെ നിന്ന് തുടങ്ങാം. ഇഷ്ടം പോലെ, ഇത്രയും ആവശ്യം പോലുമില്ല. എങ്കിലും ഞാൻ ഇവിടെ തുടങ്ങുവാണ്. കണ്ടല്ലോ നിങ്ങൾ, 4 മടക്കിയിട്ട് 2 കൈക്ക് വേണ്ടി. ഇനിയും നമ്മൾ നീളം നോക്കുന്നു. നീളം 15, 14.5. ഇത് മൊത്തം എടുക്കുക ഞാൻ. ഇത് 15 ഉണ്ട് കേട്ടോ. 15 എടുക്കുവാണേ. 15 എടുത്തു. ഇനി നമുക്ക് വീതി എത്ര ഉണ്ടെന്ന് നോക്കിക്കേ. 12.5 ഉണ്ട്. 12.5 മിച്ചമുണ്ട്. അത്രയും നമുക്ക് വേണം കേട്ടോ. അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ആണ്, ഓർ ബസ്റ്റ് ഡിവൈഡഡ് ബൈ 4 എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് വേണം. നമ്മൾ മുമ്പ് 12.5 എടുത്തേ. അപ്പം അങ്ങനെ നമുക്ക് 12 ആണ്. 12 അര ഇഞ്ചിൽ കൂട്ടി എടുത്തു. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻ്റ് ആരംഭിക്കാം. നിങ്ങൾ നോക്കിക്കോ. അതായത് ഇതാണ് കൈയുടെ സ്ലീവിൻ്റെ തുടങ്ങുന്നത്. ഇവിടെ ആണ് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള, ഓപ്പൺ അല്ല, നമ്മുടെ ഷേപ്പ് വരയ്ക്കുന്നത്. ഇത് 4 ഓപ്പണായ സ്ഥലം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് 4 ഇഞ്ച് കേട്ടോ, 4 ഇഞ്ച് താഴ്ത്തി. നമ്മുടെ കണക്ക് പ്രകാരമാണെങ്കിൽ 4, 4.25, 4.5 വരും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് 4 മതി. 4 ഒരു പോയിൻ്റ് താഴ്ത്തി ഞാൻ എന്ത് ചെയ്തു? ഷേപ്പ് എന്ന് പറയുന്നത്, ഷേപ്പ്. ആ ഷേപ്പ് വരച്ചു. ആ ഷേപ്പ് നമുക്കൊന്ന് നീട്ടി വരയ്ക്കാം. നീട്ടി വരച്ചു. ഇപ്പം നിങ്ങൾക്ക് പുച്ഛമായിരിക്കും. എല്ലാവരും പഠിപ്പിച്ചിട്ട് എല്ലാം കാണാപ്പാടം പഠിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ നമ്മൾ വെട്ടാൻ പോകുന്ന കോണറിൽ ഇതിങ്ങനെ പിടിച്ചുകൊണ്ട് എവിടെ എത്ര വരണം? നമുക്ക് എത്ര വരണ്ടേ? നമുക്ക് 10.5 ആയിരുന്നു അല്ലേ? നമുക്ക് 10.5 അല്ലേ സ്ലീവ് വരേണ്ടത്? അവിടെ നമ്മൾ കണ്ടത് ആം ഹോൾ കർവ് കണ്ടത്. ആ 10.5-ൽ നമ്മൾ ഒരു ലൈൻ വരച്ചു. പിന്നെ നമുക്ക് സീം ഒരു 2 ഇഞ്ച് വരച്ചു. കണ്ടോ, ഇപ്പോൾ ഇത്രയും ധാരാളം മതി. 12.5 പോലും നമുക്ക് വേണ്ട. 12 കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് കൈയുടെ ഇത് വെക്കാം. അടിയിൽ നമുക്കൊരു 7 ഇഞ്ച് കൊടുക്കുന്നു. അവിടുന്നും ഒരു 1.5 ഇഞ്ച് സീം കൊടുക്കുന്നു. ഇത് ഇച്ചിരി ലോങ് കൈ ആയതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ ഷേപ്പ് സ്കെയിൽ വെച്ച് യോജിപ്പിച്ചാൽ 100,000 അടി അടിക്കാതെ ഒറ്റ തയ്യലിന് ചുരിദാറിൻ്റെ സ്ലീവ് വൃത്തിക്ക് കിട്ടും. കണ്ടല്ലോ. അപ്പോൾ ഇതും കൂടെ ഞാൻ അങ്ങനെ ഒന്ന് വരയ്ക്കുന്നു. ഇത്രയും. ഇനി ഇവിടുന്ന് ചെയ്യാനുള്ളത് എന്നാന്ന് പറഞ്ഞു? പെട്ടെന്ന് പറഞ്ഞോണം. എൻ്റെ കൂടെ 2 ഇഞ്ച് തൊടരുത്. പിന്നെ 2 ഇഞ്ചിൽ നമ്മൾ പതുക്കെ താഴേക്ക് ഡൗൺ ചെയ്ത് വന്ന് നമ്മുടെ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ എത്തിച്ചു. കണ്ടോ, ഒറ്റ വരയ്ക്ക് നമുക്കതും കുട്ടപ്പനായിട്ട് കിട്ടി. ഇപ്പം പഠിച്ചില്ലേ എല്ലാവരും? ഇനി തയ്യൽക്കാരായിരിക്കും എല്ലാവരും. ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്തു. നമുക്കിനി ഇവിടുന്ന് ആ മെഷർമെൻറ്റ് പ്രകാരം സാരി ബ്ലൗസിനാണെങ്കിൽ ഇച്ചിരി ആക്യുറേറ്റായിട്ട് ഇടാൻ പറ്റണം. അത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കിക്കോണം. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്. എനിക്ക് അത് റിക്വസ്റ്റ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരമായാൽ ഒരു ഫ്രണ്ട്സിന്, ആർക്കെങ്കിലും ഒരാൾക്ക്, ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആർക്കെങ്കിലും ഒരാൾക്കും കൂടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളെ പോലെ തയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് തയ്ക്കണ്ടേ, അതിനുവേണ്ടി. അപ്പം നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു. സ്റ്റിച്ചിങ് വേണം. ഇപ്പോൾ ഒത്തിരി സ്റ്റിച്ചിങ് ആയില്ലേ? വേണമെങ്കിൽ പറഞ്ഞു, ഏതെങ്കിലും ഭാഗം പ്രത്യേകിച്ച് കാണണം എന്നല്ലോ ഉണ്ടെങ്കിൽ പറഞ്ഞു, ഇട്ട് തരാം. അപ്പം ഞാൻ ഇത് വെച്ച് ലൈനിങ് തുണി ഇനിയും കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ടാണ് രണ്ടും ചേർത്ത് തയ്ക്കുന്നത് കേട്ടോ. അത് ഞാനിപ്പം വീഡിയോയിൽ കാണിക്കുന്നില്ല.
അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരിക. താങ്ക് യു.